നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് കാണിച്ചു തരാം. ഹായ് ഗൈസ്, വെൽക്കം ടു കാർ ഗാരേജ്. നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് കാറിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഈ ഫ്ലഡ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ എക്സ്പെൻസ് വന്നു, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരു 4 വണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ ഡിസയറാണ്, പെട്രോൾ ഡിസയറാണ്. ഇതിൻ്റെ ഈ പാനൽ നമ്മൾ പെയിൻറ്റിങ് ചെയ്തു. അതായത് ഇത് നമ്മളുടെ വിത്തൗട്ട് പെയിൻറ്റിങ്ങിലാണ് ഈ ഒരു ഫ്രെയിം വരുന്നത്. വണ്ടിയുമേ ഫ്രണ്ട് സൈഡിൽ ഡാഷ്ബോർഡുമ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ തുരുമ്പ് വന്ന കാരണം ഇത് നമ്മൾ ചെയ്തിട്ടാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? അതേപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ഒരു മറ്റേ പ്രഷർ ഗണ്ണ് വെച്ചിട്ട് സർഫെക്സലൊക്കെ ഇട്ട് യൂസ് ചെയ്ത്, സാധാ സർഫെക്സൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് വാഷ് ചെയ്തത്. പിന്നെ വേറെ ലിക്വിഡും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും തുണി കഴുകണ മാതിരി തന്നെ നമ്മൾ ചെയ്തത്, കാരണം എന്നാലേ അത് ഫുള്ളായിട്ട് പെർഫെക്റ്റ് ക്ലീൻ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് വണ്ടി ഇറങ്ങാൻ റെഡിയായി. അപ്പോൾ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് 3M ഷാമ്പു വാഷിംഗ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഡിസയർ, ഇതിന് വന്നാണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ BCM യൂണിറ്റ് ഉണ്ട്. ഇവിടെ വരുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, BCM യൂണിറ്റ്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയിരുന്നു, ഈ BCM യൂണിറ്റ് മാത്രം കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അത് റെഡിയാക്കി. ഇപ്പോൾ വണ്ടി ഒരു മിനിറ്റ്, ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല. എടാ ബാറ്ററി കണക്ട് ചെയ്ത്. അപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് കാണിച്ചു തരാം. എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വണ്ടി പെർഫെക്റ്റാണ്. ഇത് സ്റ്റാർട്ടിങ്ങൊക്കെ പക്കയാണ്, പക്ക സ്റ്റാർട്ടിങ്ങാണ്. അതേപോലെ തന്നെ സ്മോക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ സൈലൻസറൊക്കെ പക്കയായിട്ട് തന്നെ ക്ലീൻ ചെയ്ത കാരണം അതിൻ്റെ ഉള്ളിൽ വെള്ളം കാര്യങ്ങളും കളഞ്ഞു. പിന്നെ ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത് ഏകദേശം ഒരു 8000 രൂപ ഇമ്മൊബിലൈസ്, അതായത് നമ്മളുടെ BCM യൂണിറ്റ് നമ്മുടെ റീപ്ലേസ് ചെയ്യാനും പിന്നെ അത് കോഡിങ് ചെയ്യാനായിട്ട് 8000 രൂപ എക്സ്പെൻസ് വന്നു. പിന്നെ നമ്മളുടെ സർവീസ് ചാർജ് വന്നിട്ടുള്ളൂ. നമ്മളുടെ എന്നിട്ട് പറയുക, ഓയിൽ, എൻജിൻ ഓയിൽ, ഗിയർ ഓയിൽ, പിന്നെ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ്, ഈ സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെയും എക്സ്പെൻസാണ് വന്നത്. വേറെ കാര്യമായിട്ട് എക്സ്പെൻസ് കാര്യങ്ങൾ വന്നില്ല. അപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക, 8, 4, 12, 14, 14 രൂപയുടെ അടുത്ത് എക്സ്പെൻസ് വന്നിട്ടുണ്ട് ഈ വണ്ടിക്ക്. 14,000 രൂപ നമ്മളുടെ റീപ്ലേസിങ് പാർട്സിൻ്റെ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. പത്രം വന്നിട്ടുള്ളൂ. പിന്നെ നമ്മളുടെ ലേബർ കോസ്റ്റാണ് വന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ അതിൻ്റെ ക്ലച്ചും കാര്യങ്ങളും ഗിയർ ഇടാനായിട്ട് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല, കാരണം അത് ക്ലച്ച് നമ്മളുടെ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കുടച്ച് അതിൻ്റെ പിടുത്തം മാറ്റിയിട്ടുണ്ട്, വിടിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അങ്ങനെ അത് ഗിയർ ബോക്സിൻ്റെ ക്ലച്ച് എത്രയും പെട്ടെന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇപ്പം ഞങ്ങളത് റീപ്ലേസ് ചെയ്യണില്ല. അപ്പോൾ അത് അങ്ങനെ ചെയ്തപ്പോൾ അത് ശരിയായിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ് എൻജിൻ്റെ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ,
ഒട്ടും വൈബ്രേഷൻ ഇല്ല. നമ്മളുടെ എൻജിൻ നല്ല സ്മൂത്ത് തന്നെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം സാധാ അതായത് നല്ല രീതിയിലുള്ള എൻജിൻ തന്നെയാണ്. ഫ്ലഡ് വണ്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതും നമ്മളുടെ ഒരു ഫ്ലഡ് വണ്ടിയാണ്. ഇതും ഒരു എർട്ടിഗയാണ് ഇത്. അപ്പോൾ ഇതിന് എക്സ്പെൻസ് വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എക്സ്പെൻസ് നമ്മളുടെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വേറെ എക്സ്പെൻസും കാര്യങ്ങളൊന്നും വന്നില്ല. സ്റ്റാർട്ടിങ് എല്ലാം ക്ലീൻ ചെയ്ത് ECM BCM ഇമ്മൊബിലൈസറും ക്ലീൻ ചെയ്തപ്പോൾ ശരിയായി. പക്ഷേ ഇതിൻ്റെ സ്റ്റീറിങ്ങിൻ്റെ മൊഡ്യൂൾ വർക്ക് ചെയ്യില്ല. സ്റ്റീറിങ്ങിൻ്റെ മൊഡ്യൂളിന് കംപ്ലയിൻ്റ് ഉണ്ട്. ഏകദേശം ഒരു 8000 രൂപ അടുത്ത് മൊഡ്യൂളിന് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് എർട്ടിഗ. പിന്നെ അതിൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ യൂണിറ്റിന് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ സെൻട്രൽ ലോക്കിൻ്റെ യൂണിറ്റ് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളുടെ മീറ്റർ കംപ്ലയിൻറ്റ് വന്നു ഈ വണ്ടിക്ക്. അപ്പോൾ മീറ്ററും റീപ്ലേസ് ചെയ്യാവുന്നുള്ളൂ. മീറ്ററും റീപ്ലേസ് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ പക്കയാണ്. ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ടിങ് കാര്യങ്ങൾ പക്കയാണ്. പക്ഷേ പവർ സ്റ്റിയറിംഗ് അല്ല. അതിൻ്റെ മൊഡ്യൂൾ മാത്രം കംപ്ലയിൻ്റ് ഉള്ളൂ. നമ്മൾ വേറെ ഒരു മൊഡ്യൂൾ സെറ്റ് ചെയ്തപ്പോൾ അത് വർക്ക് ചെയ്തു. അപ്പോൾ അത് അത്രേ ഉള്ളൂ. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേമാതിരി തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലോർ മാറ്റിങ് കാര്യങ്ങൾ ചെയ്യേണ്ട കാരണം ബാക്കിയുള്ള സീറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതും നല്ലൊരു വണ്ടിയാണ്. ഏകദേശം 2013 ഇത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തു. എല്ലാ വണ്ടി ഇതേമാതിരി തന്നെ ക്ലീൻ ചെയ്താണ്. ഫ്ലോറൊക്കെ അതിൻ്റെ ഫ്ലോർ മാറ്റിങ്ങൊക്കെ എടുത്ത് കാട്ടി കളഞ്ഞിട്ട് നല്ല രീതിയിൽ സർഫെക്സലിട്ടിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സീറ്റും നല്ല സീറ്റ് കവറാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സീറ്റ് കവർ തന്നെ നമ്മൾ ഇതേമാതിരി കണ്ട പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്താണ്. സർഫെക്സൽ യൂസ് ചെയ്തിട്ട് മെഷീൻ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തു. റൂഫും കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ കംപ്ലയിൻറ്റും ഇല്ല വണ്ടിക്ക്. ഏകദേശം ഇത്രത്തോളമാണ് വണ്ടി മുങ്ങിയിരുന്നത്. ഞാനൊരു ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ഞാൻ ഒരു വണ്ടിയുടെ അകത്ത് കയറി ഇരുന്നിട്ട് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് എത്രത്തോളം മുങ്ങിയിരുന്നതെന്ന്. പിന്നെ അതിൻ്റെ എൻജിൻ്റെ യൂണിറ്റ് ഒന്ന് കാണാം. അല്ല, സ്റ്റാർട്ടിങ്ങൊക്കെ പക്ക സ്റ്റാർട്ടിങ്ങാണ്. യാതൊരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്മോക്കില്ല. സൗണ്ട് നോർമലാണ്. അപ്പോൾ അത് പക്കയാണ്. ABS വണ്ടിയാണ്. VDI ഓപ്ഷനാണ്. ECMന് യാതൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നില്ല. വെള്ളമടക്കം കയറിയിരുന്നില്ല എൻ്റെ ECMൽ. പിന്നെ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തു. സാധാരണ മറ്റേ വണ്ടികൾക്ക് ചെയ്ത മാതിരി തന്നെ ഈ വണ്ടിയും അതേപോലെ ചെയ്തു. സ്മോക്കൊന്ന് നോക്കാം നമുക്ക്. ഒട്ടും സ്മോക്ക് വരുന്നില്ല. വണ്ടി സ്റ്റാർട്ടാണ്. സ്മോക്കും ഇല്ല. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഓരോ ഫ്ലഡ് വണ്ടിയിൽ നമ്മൾ ചെയ്തിരുന്നത്. ഫസ്റ്റ് എല്ലാ വണ്ടിയും പിക്കപ്പ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു. നല്ല രീതിയിൽ എല്ലാ ഫ്ലോറും ഫുള്ളയച്ച് ക്ലീൻ ചെയ്തു. അതിനുശേഷം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അയച്ചെടുത്ത് അതും ക്ലീൻ ചെയ്തു. പിന്നെ നമ്മളുടെ ഫ്രണ്ടിലെ ഡാഷ്ബോർഡിൻ്റെ ഫ്രെയിം ഫുള്ള് പെയിൻറ്റിങ് ചെയ്തിട്ടു. പിന്നെ എൻജിൻ്റെ എല്ലാ യൂണിറ്റുകളും ഞാൻ വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാ യൂണിറ്റും കണ്ടിരുന്നു ആയിരിക്കുന്നു. വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ യൂണിറ്റും നമ്മൾ അതേപോലെ ക്ലീൻ ചെയ്തിട്ടിട്ട് ഫുള്ളായിട്ട്, അതായത് നമ്മളുടെ ഇപ്പോൾ ഫ്ലഡ് വണ്ടി ആകുമ്പോൾ ഉപ്പുരസം കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ബോഡി സർഫെക്സൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഗ്യാരേജിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വല്ലവർക്കും വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വല്ല ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതേപോലുള്ള മേജർ വർക്കുകൾ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. മേജർ വർക്ക് എന്നല്ല, എന്തൊരു വർക്കിൻ്റെ എക്സ്പ്ലനേഷൻ ഞാനിത് ഈ വീഡിയോ, അതായത് എൻ്റെ ഈ ചാനൽ വഴി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ക്യൂട്ട് കിഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് അടുത്തത് നമ്മൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാൻ ഇടുന്നതാണ്.
കിഡ്, അതായത് റെനോൾട്ട് ടെക്കിൻ്റെ കിഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വണ്ടിയുടെയും ഇപ്പോൾ വാഗണറിൻ്റെ ബാക്കിയുണ്ട്, അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലാ വണ്ടിയുടെയും വീഡിയോസ് ഇടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും.